നമ്മൾ ഇതിന് മുന്നത്തെ വീഡിയോയിൽ വീട്ടിലുണ്ടായിരുന്ന ബ്രെഡിൻ്റെ വേസ്റ്റ് കമ്പോസ്റ്റ് ആവാൻ എത്ര സമയം എടുക്കും എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്തു. അതിൻ്റെ റിസൾട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു പ്രോസസ്സ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നു. ഇവിടെ നമ്മൾ ബാക്കി വരുന്ന ഫുഡ് വേസ്റ്റ് എത്ര സമയം എടുക്കുന്നുണ്ടെന്ന് നോക്കുന്നു. സോ നമ്മൾ ഇപ്പം ട്രൈ ചെയ്യുന്നത് 24 hours ശേഷമാണ് ഇതിൽ ചെക്ക് ചെയ്യുന്നത് എന്താണ് ഒരു നടന്നിട്ടുള്ള പ്രോസസ്സ് എന്നുള്ളത്. ഇത് നെക്സ്റ്റ് ഡേ ഓൾമോസ്റ്റ് സെയിം ടൈമാണ്. സോ ഇതിൽ നമ്മൾ നേരത്തെ ഇട്ടിരുന്ന ഫുഡ് വേസ്റ്റിൻ്റെ ഒരു ട്രേസ് പോലും ഇല്ല. എല്ലാ സാധനങ്ങളും ഡൈജഷൻ ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ കമ്പോസ്റ്റിംഗ് നടന്നിട്ടുണ്ട്. ഇത് നമ്മൾ BSF ലാർവയാണ് ഇപ്പം ഇതിൽ ഈ പ്രവർത്തനം നടത്തുന്നത്. വെച്ചാൽ ബ്ലാക്ക് സോൾജർ ഫ്ലൈസിൻ്റെ ലാർവയാണ് ഇതിൽ ഈ ഫുഡ് വേസ്റ്റിനൊക്കെ കൺസ്യൂം ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇനിയും ഈ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് ഇനി നമ്മൾ വേസ്റ്റിൻ്റെ ക്വാണ്ടിറ്റി കുറച്ചും കൂടി നമുക്ക് കൂടുതലുണ്ട്. ഇതിലാണെങ്കിൽ കുറച്ച് ലിക്വിഡ് കണ്ടൻറ്റ് ഉണ്ട്. നമ്മളൊരു സെഗ്രിഗേഷൻ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. വീട്ടിലുള്ള വേസ്റ്റ് എങ്ങനെയാണോ അത് അതേപോലെ അതിൽ ഇട്ട് നമ്മൾ ഈ ഒരു പ്രോസസ്സിന് ചെക്ക് ചെയ്യുന്നു. അപ്പോൾ ഇനി നമ്മൾ നോക്കുന്നത് ഓരോ പെർട്ടിക്കുലർ ഇൻ്റർവെൽസിന് ഒരു 2 to 3 hours കഴിഞ്ഞിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രോസസ്സ് വരുന്നത് എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യാം. ഇതൊരു കണ്ടിന്യൂസ് പ്രോസസ് ആയതുകൊണ്ട് തന്നെ നമുക്കൊരു പെർട്ടിക്കുലർ ഇൻ്റർവെൽ എടുത്തു കഴിഞ്ഞാൽ മാത്രമേ ഇതിൻ്റെ ഒരു കറക്റ്റ് റിസൾട്ട് നമുക്ക് കിട്ടുള്ളൂ. നമ്മൾ BSFൻ്റെ ലാവയ്ക്ക് വളരാൻ വേണ്ടിയിട്ടുള്ളൊരു ഒരു കണ്ടീഷൻ നമ്മളെ ഒരു 100 liters അടുത്ത് വരുന്ന ഒരു കണ്ടെയ്നറിലാണ് കീപ്പ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ സൈഡിലായിട്ടൊരു 4-inch ഒരു പൈപ്പ് കൊടുത്തിട്ടുണ്ട്. അത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ BSFൻ്റെ ലാവ അല്ലെങ്കിൽ അതിൻ്റെ ഫ്ലൈസിന് ഈസി ആയിട്ട് വരുന്നതിനും പിന്നെ ഒരു കുറച്ചും കൂടി നമ്മൾ അറ്റ്മോസ്ഫിയർ ആയിട്ടൊരു ഓപ്പൺ കണ്ടീഷനിൽ കിടക്കുന്നതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കിയിട്ടുള്ളത്. അപ്പം ഇത് കുറച്ചും കൂടി വേസ്റ്റ് ക്വാണ്ടിറ്റി കൂടുതലുണ്ട് നമ്മൾ ഇട്ടിരുന്നതിൽ. പക്ഷേ ഈ വേസ്റ്റ് ക്വാണ്ടിറ്റി കൂടുതലിരുന്നാലും നമുക്കൊരു പെർട്ടിക്കുലർ ടൈം ഇൻ്റർവെല്ലിൽ നമുക്ക് നോക്കാം. ഇപ്പം നമ്മളൊരു ഫുഡ് വേസ്റ്റ് ഇട്ട് കഴിഞ്ഞിട്ടൊരു 3 hours അടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. 3 hours കഴിയുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് അതിൻ്റെ ഒരു പകുതിയായിട്ട് കുറഞ്ഞിട്ടുണ്ട്. നമ്മൾ BSF ലാവ നിങ്ങൾക്ക് സൂക്ഷിച്ചാൽ ഇതിൻ്റെ സൈഡിൽ കാണാൻ പറ്റും ഇങ്ങനെ ഒരു ചെറിയ ഇങ്ങനെ അനങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് നമ്മളെ BSFൻ്റെ ലാവ ഒരു പുഴുവിനെ പോലെയാണ് ഉണ്ടാകുന്നത്. ഇത് നമുക്ക് ലൈവായിട്ട് നമ്മൾ കളക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ കോഴികൾക്കൊക്കെ ഫീഡായിട്ട് തന്നെ കൊടുക്കാനും പറ്റും. അല്ലാണ്ട് തന്നെ നമ്മൾ ഇപ്പം 1-2 വേറെ സ്റ്റാർട്ടപ്പ് കമ്പനീസ് ഈ ലാവയുടെ മുകളിൽ മാത്രം വർക്ക് ചെയ്യുന്നുണ്ട്. അത് ഫിഷിനുള്ള ഫീഡായിട്ട് കൊടുക്കുന്നുണ്ട്. പക്ഷെ നമ്മളിവിടെ ട്രൈ ചെയ്യുന്നത് എങ്ങനെ നമ്മൾ വീട്ടിലെ വേസ്റ്റ് ഈസി ആയിട്ട് ചെറിയൊരു സ്പേസിൽ കോസ്റ്റ് കുറഞ്ഞിട്ട് എങ്ങനെ ട്രീറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അതിനെ റിമൂവ് ചെയ്യാനുള്ള വളരെ ഈസി ആയിട്ടുള്ള മെത്തേഡ് എന്താണെന്നുള്ളതാണ്. സോ ഇതൊരു ഓൾമോസ്റ്റ് ഒരു 8 hours അടുത്തായി നമ്മൾ വേസ്റ്റ് ഇട്ട് കഴിഞ്ഞിട്ട്. അപ്പം നമ്മൾ ചെറിയ ക്വാണ്ടിറ്റി ഒരു 10% മാത്രമേ ഇതിലിനി നമുക്ക് കാണാൻ പറ്റുന്നുള്ളൂ. സോ ഇനിയുള്ളത് നമ്മൾ നെക്സ്റ്റ് ഡേ ചെക്ക് ചെയ്യാം എങ്ങനെയാണ് അതിൻ്റെ ചേഞ്ചസ് വന്നിട്ടുള്ളത് എന്നുള്ളത്. സോ ഇത് നമ്മൾ ആദ്യം ഇട്ടിരുന്ന പോലെ തന്നെയാണ്. ഇപ്പം എന്നിട്ട് ചെറിയ തോല് പോലുള്ള സാധനങ്ങൾ മാത്രമേ നമുക്ക് പഴത്തിൻ്റെയൊക്കെ തോല് അങ്ങനെയുള്ള സാധനങ്ങൾ മാത്രമേ ഇതിൽ കാണുന്നുള്ളൂ. ബാക്കി എല്ലാ സാധനങ്ങളും ഓൾമോസ്റ്റ് കമ്പോസ്റ്റിംഗ് അല്ലെങ്കിൽ ഡൈജഷൻ നടന്നിട്ടുണ്ട്. ഇതിൻ്റെ പ്രത്യേകത വളരെ ഫാസ്റ്റായിട്ടാണ് ഇവർ ഈ ഫുഡിനെ അല്ലെങ്കിൽ ഈ വേസ്റ്റിനെ അവർ കമ്പോസ്റ്റ് ചെയ്യുന്നത്. അപ്പം ഇനി നമ്മൾ നോക്കുന്നത് ഈ പ്രോസസ്സ് തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. പക്ഷേ അതിൽ ചില സാധനങ്ങൾ അഡീഷണലായിട്ട് വരുന്നുണ്ട്. ഓറഞ്ചൊക്കെ നമ്മൾ അതുപോലെ തന്നെ കൊണ്ടിടുന്നുണ്ട്. അപ്പം പിന്നെ നമ്മൾ ഉള്ളിയുടെ പീൽസ് തന്നെ നമ്മളതിലിടുന്നുണ്ട്. അത് എത്ര സമയം എടുക്കുന്നുണ്ടെന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഈ ഓറഞ്ച് പീൽസോ അല്ലെങ്കിൽ വെജിറ്റബിൾസ് മാത്രമാണെങ്കിൽ എങ്ങനെയാണ്, എത്ര സമയം എടുക്കുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം. നമ്മളെ എക്സ്പെരിമെൻ്റ് ആക്ച്വലി വളരെ സിമ്പിളായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷേ ഇതിൻ്റെ ഔട്ട്കം നമ്മൾ പ്രതീക്ഷിക്കുന്നത് കുറച്ചൊരു വലിയ രീതിയിൽ നമുക്ക് എങ്ങനെ കുറഞ്ഞ കോസ്റ്റിൽ ഒരുപാട് ഫുഡ് വേസ്റ്റ് ട്രീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതിന് വേണ്ടിയിട്ടുള്ള ഒരു എക്സ്പെരിമെൻ്റാണ് നമ്മൾ ഈ ട്രൈ ചെയ്യുന്നത്. അപ്പം ഇത് ഓൾമോസ്റ്റ് ഇപ്പോൾ നമ്മൾ വേസ്റ്റ് ഇട്ട് കഴിഞ്ഞിട്ട് ഒരു 4 hours അടുത്തായി. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും ചില സാധനങ്ങൾ അതുപോലെ തന്നെയുണ്ട്. നമ്മൾ
വെജിറ്റബിൾസിൻ്റെയൊക്കെ പീൽസൊക്കെ അതുപോലെ ഉണ്ട്, മുട്ടയുടെ തോലും അതുപോലെ തന്നെ കിടക്കുന്നുണ്ട്. അപ്പം കുറച്ചും കൂടി കഴിഞ്ഞിട്ട് ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്നുണ്ട്. ഇത് ഓൾമോസ്റ്റ് ഒരു 8 hours അടുത്തായി നമ്മൾ ഇട്ട് കഴിഞ്ഞിട്ട്. അപ്പം ഒരുപാട് വ്യത്യാസങ്ങൾ കാണുന്നില്ല, പക്ഷെ എന്നാലും ഓൾമോസ്റ്റ് 50% ഇതിൻ്റെയൊക്കെ ഡൈജഷൻ അല്ലെങ്കിൽ ഡീഗ്രഡേഷൻ നടന്നിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ ഒരു പഴത്തിൻ്റെ തോല് അല്ലെങ്കിൽ പഴം നന്നായിട്ടുള്ള ഒരു 4 പഴമുണ്ട്, അതും കൂടി അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇനി നമുക്ക് നാളെ നെക്സ്റ്റ് ഡേ ചെക്ക് ചെയ്യാം എങ്ങനെയാണ് ഈ പഴത്തിൻ്റെ തോലിന് അല്ലെങ്കിൽ പഴത്തിന് എന്ത് സംഭവിച്ചു എന്നുള്ളത്. അത് ഞാൻ സെപ്പറേറ്റ് തന്നെയാണ് ഇട്ടിട്ടുള്ളത്. അപ്പം ബാക്കിയുള്ളതിനേക്കാളും കുറഞ്ഞ ടൈമിലാണ് ഈ ഇത് കിട്ടിയിട്ടുള്ളത്, ഇതിന് ഡൈജഷൻ ടൈം കിട്ടിയിട്ടുള്ളത്. അപ്പം നമ്മളെ വീടിൻ്റെ അടുത്തുള്ളൊരു പൂച്ചയാണിത്. ഇതിന് കിട്ടുന്ന വേസ്റ്റ് അല്ലെങ്കിൽ അതിന് കിട്ടുന്ന ഫുഡാണ് നമ്മൾ ഇതിലിട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതിനുള്ള പ്രതിഷേധമായിട്ട് അവരവിടെ ഇടയ്ക്ക് ഇങ്ങനെ വന്ന് നിൽക്കാറുണ്ട്, പക്ഷേ ഇതിനുള്ളിൽ നിന്ന് വേസ്റ്റൊന്നും അവർക്ക് കിട്ടാറില്ല. അപ്പം ഇത് നമ്മളെ നെക്സ്റ്റ് ഡേ ആണ്. നെക്സ്റ്റ് ഡേ നമുക്ക് ചെക്ക് ചെയ്യാം. നമ്മളിട്ട പഴത്തിൻ്റെ ജസ്റ്റ് കുറച്ച് തോലുണ്ട് എന്നല്ലാണ്ട് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഓൾമോസ്റ്റ് എല്ലാം കമ്പോസ്റ്റിങ് നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള ഹാർഡായിട്ടുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ സോഫ്റ്റ് ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ അവർ കൺസ്യൂം ചെയ്തിട്ടുണ്ട്. ഇനി കുറച്ച് ഹാർഡായിട്ട് വരുന്ന പുറത്തുള്ള തോലുകൾ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പം ഇനിയും നമ്മൾ ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നു. നമ്മളെ ബാക്കിയുള്ള വേസ്റ്റ് കാര്യങ്ങൾ, കുറച്ച് ദോശ അല്ലെങ്കിൽ ചോറ് കാര്യങ്ങൾ, വെജിറ്റബിൾസിൻ്റെയൊക്കെ കട്ട് ചെയ്തതിൻ്റെ ബാക്കിയുള്ളതൊക്കെ നമ്മളിതിൽ കൊണ്ടിടുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നോക്കാം എങ്ങനെ. അധികവും നമ്മളെ വീട്ടിലുണ്ടാകുന്ന വേസ്റ്റ് തന്നെയാണ് ഇതിലിടുന്നത്. അങ്ങനെ പുറത്തുനിന്നുള്ള സാധനങ്ങളൊന്നും എടുത്തിട്ടില്ല. എല്ലാം നമ്മൾ എന്താണോ ഉള്ളത് അതുപോലെ തന്നെ സെഗ്രിഗേഷനൊന്നും ഇല്ലാണ്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. സോ ഇത് ഓൾമോസ്റ്റ് ഒരു 5 hours അടുത്ത് ആയി നമ്മൾ വേസ്റ്റ് ഇട്ട് കഴിഞ്ഞിട്ട്. അപ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് ഒരു 50% അവർ ഡൈജഷൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾ എന്ത് ചെയ്തെന്ന് വെച്ചാൽ അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് വേസ്റ്റും കൂടി ഉള്ളത് കൊണ്ടിട്ടിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞങ്ങൾ എടുത്തിട്ടില്ല. എന്നാലും അത് എങ്ങനെ ഉണ്ട് എന്നുള്ളതും കൂടി നമുക്ക് നെക്സ്റ്റ് ഡേ നോക്കാം. ഇതെല്ലാം കൂടി ഇട്ട് കഴിഞ്ഞിട്ടും എന്തൊക്കെയാണ് ഇതിൽ വരുന്ന ചേഞ്ചസ് എന്ന് നോക്കാം. നിങ്ങൾ പലപ്പോഴും ആലോചിക്കുന്നതാണ് എന്തിനാണ് നമ്മളിങ്ങനെ കഷ്ടപ്പെട്ട് ഈ ഒരു രീതിയിൽ ടെസ്റ്റ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പം ഇതിൻ്റെ ഔട്ട്കം എന്താണെന്ന് വെച്ചാൽ നമ്മളെ വേസ്റ്റെല്ലാം മനുഷ്യരുള്ളിടത്തെല്ലാം വേസ്റ്റ് ജനറേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പം അതിനെ പ്രോസസ്സ് ചെയ്യുക എന്നുള്ളത് എല്ലാവർക്കും ഒരു തലവേദനയാണ്. അപ്പോൾ അതിനായിട്ടുള്ള ഈസി ആയിട്ടുള്ള മെത്തേഡ് എന്താണ്, കോസ്റ്റ് കുറഞ്ഞിട്ടും വളരെ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് കുറഞ്ഞിട്ടും പക്ഷേ അതുകൊണ്ട് തന്നെ ഒരു നല്ലൊരു ബൈ പ്രൊഡക്റ്റും കിട്ടുന്ന രീതിയിലുള്ള എന്താണ് എന്നുള്ളൊരു സ്റ്റഡിയുടെ ഭാഗമായിട്ടാണ് ഞങ്ങളിത് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ BSF ലാവയാണെങ്കിൽ നമുക്ക് അതൊരു പ്രോട്ടീൻ്റെ സോഴ്സാണ്. പ്രോട്ടീൻ എപ്പോഴും നമുക്ക് വാല്യുബിളാണ്, അതിനൊരു വാല്യൂ ഉണ്ട്. സോ നമ്മളൊരു വേസ്റ്റിൽ നിന്നും ഒരു മച്ച് വാല്യുബിൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് നമ്മളിവിടെ ജനറേറ്റ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു എക്സ്പെരിമെൻ്റ് ആണ് നമ്മൾ ചെയ്യുന്നത്. നമ്മളിതിൽ കുറച്ചും കൂടി വേസ്റ്റിൽ കൊണ്ടിട്ടു. അതിൻ്റെ കൂടെ തന്നെ ഓറഞ്ചിൻ്റെ വലിയൊരു ഓറഞ്ച് ഒന്നായിട്ട് കൊണ്ടിട്ടിട്ടുണ്ട്. എന്താവും നമുക്ക് നോക്കാം. ഈ ഓറഞ്ചിന് എന്തൊക്കെ സംഭവിക്കും, നമുക്കൊരു ഓറഞ്ച് അതിൽ കിടക്കുമോ അല്ലെങ്കിൽ ഓറഞ്ചിൻ്റെ തോലിന് എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ളതൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മളെപ്പോഴും ഇതിൻ്റെ ലിഡൊക്കെ അത് ജസ്റ്റ് ഒന്ന് ക്ലോസ് ചെയ്യുന്നുള്ളൂ, വളരെ ടൈറ്റായിട്ടൊന്നും നമ്മൾ ഇടുന്നില്ല. ഇതൊരു 4 hours കഴിഞ്ഞു. 4 hours കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും നമ്മളെ BSF ലാവയൊക്കെ നമ്മളെ മുകളിൽ വന്നിട്ടുണ്ട്. അവർ നല്ല ഫീഡ് നല്ല ഉഷാറായിട്ട് കിട്ടുന്നതുകൊണ്ട് തന്നെ നല്ല അടിപൊളിയായിട്ട് അവർ കൺസ്യൂം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് എന്താണെന്നുള്ളത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേസ്റ്റ് മാനേജ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും സപ്പോർട്ട് വേണമെങ്കിൽ